ഇങ്ങനെ വീണ്ടും ഒരു പത്രസമ്മേളനം മിസ്റ്റർ നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അയാളുടെ കില്ലപ്പേരുണ്ടല്ലോ, ഇരട്ടപ്പേര്, അത് ഞാൻ എന്തായാലും വിളിക്കരുത് എന്നാണ്. അതായത് ആ പേരിൽ പല ആളുകളും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടു നടപ്പനുസരിച്ച് ഒരു വസ്തു കച്ചവടത്തിന് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ വിളിക്കും. അവരായിരിക്കും ആ വസ്തു കച്ചവടത്തിലെ ഇടനിലക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചറിയിച്ചത്, ശോഭ ചേച്ചി, ഒരു കാരണവശാലും ഇയാളെ ആ പേരിൽ വിളിക്കരുത്, ഞങ്ങൾക്ക് വരെ അപമാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ജനങ്ങൾക്ക് അപമാനം തോന്നുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്ന് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ദല്ലാൽ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ്. പൊതുസമൂഹത്തിന് മനസ്സിലായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നന്ദകുമാർ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു. ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് 20 ലക്ഷം രൂപ ഒരു സെന്റിന് വില വരുന്ന 1 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാ സുരേന്ദ്രൻ. ഇത്ര മാസമായിട്ടും ആ ഭൂമി ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാ സുരേന്ദ്രനെ NDAയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട്. നന്ദകുമാർ പറയുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി 1 കോടി രൂപ, 80 ലക്ഷത്തോളം രൂപ BJPയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു. ഞാൻ ചോദിച്ചു, ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് അവിടെ കൊണ്ട് തീർന്നില്ല, വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാർ കരുതുന്നത് പോലെ 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനടുത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം. അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത്, ഒരു സ്ത്രീയെ, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയുമില്ലാത്ത ഒരു ആരോപണം, കുറച്ച് പേപ്പറുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി, ആ ശോഭാ സുരേന്ദ്രന്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു. പിന്നെ മറ്റൊരു കേസ് പറയുന്നു, ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ ജാവേദ് ഖർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു, അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു, ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ, ആ സ്ത്രീക്കെതിരെ വ്യംഗ്യാർത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം, ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമമുണ്ട്. ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി
ഇതെല്ലാം ക്ഷമിക്കണം, ആ പേര് പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട്, ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോ അത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ സൈബർ ആക്രമണം ഉണ്ടായപ്പോ, അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോ, അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്, എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച്, വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ DGPക്ക് നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ DGP തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോ മാധ്യമ സുഹൃത്തുക്കള് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജന്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത്. ഈ നന്ദകുമാർ എന്തിനാണ്, ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം. ഏപ്രിൽ മാസം 24-ാം തീയതി 2023 ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് അയച്ചത്? ആ ടിക്കറ്റ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ വാട്സപ്പിൽ പരിശോധിക്കണം. നന്ദകുമാർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിന്റെ പേര് അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന സമയത്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടി കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. എന്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന TG രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, IBയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടും പുറത്തുവന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ. ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു,
ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത്. നന്ദകുമാറിനെ ഞാൻ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ DGP തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം. കാരണം DGP ദർവേഷ് സാഹിബ്, ബഹുമാനപ്പെട്ട DGP ദർവേഷ് സാഹിബ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കളപ്പണിക്കാരനല്ല. കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത്, ആ അപമാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെ കയറൂരി വിടാൻ വേണ്ടിയിട്ടല്ല. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട DGP നിങ്ങൾ ഇവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിന്റെ മുന്നിൽ ആ ഓഫീസിനെ ഉപരോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ DGP മുൻപാകെ വെക്കുകയാണ്. ഇതിനു മുൻപ് കേരളത്തിന്റെ DGP ദർവേഷ് സാഹിബിനെ ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു. ആ പരാതി എന്തായിരുന്നു? ഞാൻ ഒരു കള്ളു ഷാപ്പില് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും ആ ജോലിയിരുന്നു ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ? കള്ളു കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണോ നഗ്നമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് ഇതെടുത്തു കൊടുക്കുന്നത്? ആണോ? ഒരു ഓലപ്പുഴ കെട്ടി ഒരു കള്ളു ഷാപ്പിന്റെ ചിത്രം വരച്ചു വെച്ച് അവിടെ എന്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MLA സലാമിനെതിരെ ഞാൻ പരാതി കൊടുത്തു DGPക്ക്. ഇതുവരെ DGP ആ പരാതി അന്വേഷിച്ചിട്ടില്ല. എന്റെ വ്യാജ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുത്തു. ആ പരാതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഭൂമി 20 ലക്ഷം രൂപയുടെ 1 സെന്റ് വിലയുള്ള 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു നടപടിയില്ല, ഒരു ചോദ്യം ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എന്റെ ഫ്ലക്സ് ബോർഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാൻ ഇവിടുത്തെ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന DGP ദർവേഷ് സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട DGPയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വളയിട്ട കൈകളുണ്ടല്ലോ, ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ശടിക്കരുത്. താങ്കളുടെ വീടിന്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ, താങ്കളെ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീപ്പിനെ ഉൾപ്പെടെ തടയാൻ നട്ടലുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത, ആ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും, ഈ ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ പണം തന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലനല്ല, ഗോകുലം ഗോപാലന്റെ വല്യേട്ടം വന്നാലും പോട പുല്ല് എന്ന് പറയാനുള്ള നല്ല ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തമായി കയ്യിൽ 10 നാണയത്തുട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ, അവരുടെ ഭൂമി, ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാരിക്കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? 38 കോടി രൂപ വരുന്ന തൃശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പനി നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പരാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം മുഴുവൻ വാരിക്കൂട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശൂരിൽ 2 സമരങ്ങൾ ഞാൻ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയില്ല, നടത്തേണ്ടി വന്നില്ല.
ആ 2 സമരങ്ങൾ ഞാൻ നടത്താമെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലിനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്നും നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ നടന്നത്. അത് കഴിഞ്ഞപ്പോ അതേ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ശോഭയെ എനിക്ക് വളരെ സ്നേഹമാണ്, ശോഭയോട് എനിക്ക് വളരെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഒരു വ്യാജ വാർത്ത എനിക്കെതിരെ കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിന്മാറില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എനിക്കെതിരെ എന്തിനാണ് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഗോകുലം ഗോപാലിനെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ ഗോകുലം ഗോപാലിനോട് പറഞ്ഞു, ഇതില്ലാത്ത വാർത്തയാണ്. ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ സ്നേഹമാണെങ്കിൽ ആ വാർത്ത എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് തെറ്റുപറ്റിപ്പോയി എന്ന് രഹസ്യമായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് ആ വാർത്ത രാത്രി വരെ ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഒരു ഭാഗത്ത് കരിമണൽ കർത്തയ്ക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും, വേറെ ചിലർക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും. KC വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും രാജസ്ഥാനിലെ ശിശ്ര മോളയ്ക്കും കേരളത്തിലെ സെക്രട്ടേറിയറ്റുകൾക്കകത്തുനിന്ന് ഫയലുകൾ മുക്കിക്കൊടുക്കുന്ന IAS ഓഫീസർ ടിക്കാറാം മീണയ്ക്കും വേദനിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും വേദനിക്കും. പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ എത്തിച്ച അതിൽ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന്റെ ക്യാമറ വെച്ച കേസ് അത് ദേശീയ ഏജൻസി മുൻപാകെ എത്തിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ക്യാമറ കേസിൽ 2 പേർ ഞങ്ങൾ ടെൻഡർ അടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ജെയിംസ് പാലഘട്ടത്തിനെയും അൽഹിന്ദ് കമ്പനിയെയും നേരിൽ പോയി കണ്ട് രേഖകൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ അവർ പറയുന്നതാണ്, അവർക്ക് ഭീഷണിയുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം, ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും